ഹലോ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ വീട്ടമ്മമാരുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ടെൻഷൻസും വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ വീട്ടമ്മമാരെ ഈ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, നിങ്ങൾക്ക് നല്ല ചെറുചുറുക്കോടുകൂടി നല്ല പ്രസരിപ്പോടുകൂടി നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് കേട്ടോ. ആ 5 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഹെൽത്ത് ആണ് കുടുംബത്തിൻ്റെ വെൽത്ത്. ഓക്കെ, കാരണം കുട്ടികളുടെ ഭാവി അല്ലെ, ഹസ്ബൻഡിൻ്റെ ആ ഒരു സന്തോഷം, വീട്ടിലെ സന്തോഷം ഒക്കെയും നിങ്ങളുടെ കയ്യിലാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്, എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ടൈം, ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ, കൂടിപ്പോയ ഒരു 45 മിനിറ്റ്സ്. ഓക്കെ, ഇപ്പോൾ 20 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെയുള്ള ഇടയിൽ നിങ്ങൾ എന്താക്കുക, ആ ഒരു സമയം കണക്കാക്കിയിട്ട് എത്ര വേണ്ട വെച്ചാൽ ആ ടൈം കണക്കാക്കിയിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. നടക്കാൻ പോകാം, യോഗ ചെയ്യാം, ഓടാൻ പോകാം, ഇനി കരാട്ട കളിക്കാം, അല്ലെങ്കിൽ മറ്റു സൂംബ കളിക്കാം. അങ്ങനെ നമുക്ക് എന്താണോ എക്സസൈസ് ആയിട്ട് വേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് കൃത്യമായിട്ട് റെഗുലറായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോബിയിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? പാട്ട് കേൾക്കലാണോ, ഇനി അതല്ല ചെടി നടലാണോ, അല്ലെങ്കിൽ വെള്ളം നനക്കലാണോ, ഇനി അതല്ല നിങ്ങൾക്ക് ചെറുങ്ങനെ ഒരു നടത്തമാണോ, എന്താണോ നിങ്ങളുടെ ഹോബി എന്ന് പറയുന്നത്, ആ ഹോബിയിൽ കുറച്ച് നേരമെങ്കിലും മുഴുകുക എന്നുള്ളതാണ്. എഴുത്താണെങ്കിൽ എഴുത്ത്, വായനയെങ്കിൽ വായന, ഇഷ്ടമുള്ള ഹോബി സെലക്ട് ചെയ്യാം, എന്നിട്ട് ആ ഹോബി ചെയ്യുക. ഓക്കെ, അടുത്ത കാര്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ടയർഡാക്കുന്ന കാര്യം അതാണ്, നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. മിനിമം 7 to 9 മണിക്കൂറെങ്കിലും വീട്ടമ്മമാർ ഉറങ്ങിയിരിക്കണം. അപ്പോൾ അതിൽ 12 മണിക്ക് കിടന്നിട്ട് 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 5 മണിക്കൂറേ ആവുന്നുള്ളൂ. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴേക്കിനെ കിടക്കാൻ ശ്രമിക്കുക, എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുക. അപ്പോൾ 7 മണിക്കൂർ 8 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ കഴിയും. ഇപ്പോൾ ഉറക്കാണ് മെയിൻ സാധനം. ഉറക്കില്ലെങ്കിൽ മനുഷ്യൻ പൂർണ്ണമായിട്ടും നശിച്ചു. അതുപോലെ നമ്മുടെ വീട്ടമ്മമാരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ടീമുണ്ടല്ലേ. അത് സമയങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിയ ശേഷം രാവിലത്തെ ഭക്ഷണം ചിലപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം ചിലപ്പോൾ വൈകുന്നേരം 4 മണിക്ക് കഴിക്കും. ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി കൃത്യ ടൈമിനനുസരിച്ച് ന്യൂട്രീഷൻ വാല്യൂ അടങ്ങിയിട്ടുള്ള നല്ല ഫുഡുകൾ എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് കഴിക്കാൻ പഠിക്കണം. കൃത്യ ടൈമിൽ കഴിക്കണം, അത് മസ്റ്റാണ്. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളെ ഗുഡ് സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് സംസാരിക്കുവാനും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. അവരുമായിട്ട് ഇരിക്കുക, ഫ്രണ്ട്സുകളാവട്ടെ, ഇനി അതല്ല എന്തെങ്കിലും ആവട്ടെ. പക്ഷെ നമ്മുടെ സന്തോഷം കണ്ടെത്തുന്ന ആ നിമിഷങ്ങൾ, അത് ഏതാണോ ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ കണ്ടെത്തുക. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ പെട്ടതായിരിക്കും, ചിലപ്പോൾ നമ്മൾ കൂടെ പഠിച്ചതായിരിക്കും, ചിലപ്പോൾ നമ്മുടെ എങ്ങനെയെങ്കിലും മീറ്റപ്പ് ചെയ്ത ആളുകളായിരിക്കും. പക്ഷെ അവരിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം നമ്മൾ അവരുമായിട്ട് ഒരു ദിവസം ഇത്ര സമയം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ.